ഹായ് മൈ ക്യൂട്ട് ഫ്രണ്ട്സ്. എന്താ ഈ കുപ്പി സൂചി എന്നൊക്കെയല്ലേ നമ്മൾ ഈ ഒരു കീച്ചൻ ഉണ്ടാക്കാൻ പോകാട്ടോ. ഈ ഒരു കീച്ചൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമയം തോന്നുന്നത് നമ്മുടെ മൈ ഗേൾ ഫ്രണ്ട്സ് ആ നീൽ എന്ന് പറഞ്ഞ ഡ്രാമയിലെ സീസൺ 2 ഹോർമോൺ കളക്ട് ചെയ്യുമ്പോഴുള്ള അതേ കളറുള്ള കുപ്പികളാട്ടോ. എനിക്ക് നല്ല മാച്ച് തോന്നി. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് എന്നെ പോലെ തന്നെ ഒരു അനുസരണയില്ല. ഇതിൻ്റെ ഈ അടപ്പിങ്ങനെ തെറിച്ച് പോവാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എറിഞ്ഞ് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. എന്നെ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയോണ്ട് ഞാൻ എറിഞ്ഞ് പൊട്ടിച്ചില്ല. അതെല്ലാം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു സൂചി കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ കുപ്പിയുടെ അടപ്പൊക്കെ കളഞ്ഞ് അതിനെ കുളിപ്പിച്ച് തേച്ച് ഒരച്ച് അതിന്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞെടുക്കുക. ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് എടുത്തു കേട്ടോ. സംഭവം ഒന്നും വേറെ ഒന്നല്ല, ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ക്ലീൻ ചെയ്ത ഒരു കുപ്പിയിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ കളഞ്ഞിട്ട് ആ കുപ്പി ഞാൻ പിന്നെ ക്ലീൻ ചെയ്യാതെ എടുത്തു കേട്ടോ. പിന്നെ പണ്ടേ എന്തെടുത്താലും അത് തുടയ്ക്കുന്ന ആ ടേബിളിൽ തന്നെ ആയതുകൊണ്ട് ഇത് ഞാൻ അവിടെ തന്നെ തുടച്ചു. എന്നിട്ട് ഏതെങ്കിലും ഒരു സൂചി എടുക്കുക, നമ്മുടെ ഏതെങ്കിലും ഒരു പെയിന്റ് കലക്കുക. ഞാനിപ്പോ പെയിന്റ് അല്ല, ഏതോ ഒരു പഴയ നല്ല കളറൊക്കെയുള്ള ഏതോ ഒരു ഷാമ്പു ഉണ്ടായിരുന്നു. ആ ഷാമ്പു എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തു, അത്രേ ഉള്ളൂ. നല്ല മണമാണ് കേട്ടോ ആ സംഭവം. എന്നിട്ട് പിന്നെ ദാ ഇതേപോലെ കഷ്ടപ്പെട്ട്, സാധാരണ ഞാൻ ഈ സിറിഞ്ച് കൊണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അനുസരണ ഇല്ലാതെ വർഷങ്ങൾ എടുക്കും. പിന്നെ ഈ വീഡിയോ എടുക്കുന്നോണ്ടായിരിക്കും ഇത് പെട്ടെന്ന് സിറിഞ്ചിൽ കയറി വന്നു. എന്തായാലും കുറേ കഷ്ടപ്പെട്ടു ചെയ്തെടുക്കുക. എന്ത് സമയം എടുത്ത, ഒരു അനുസരണ ഇല്ലാത്ത സൂചിയായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യമുണ്ട്, എനിക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നൊരു ട്രാൻസ്ലേഷൻ ട്രൈ ചെയ്ത് നോക്കി, അത് ഇപ്പം കാണാം കേട്ടോ ആ ട്രാൻസ്ലേഷൻ. പിന്നെ നമുക്ക് കുറച്ച് പെർഫ്യൂം ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ. പിന്നെ സൂചി മാറ്റാൻ നോക്കി, പിന്നെ ഞാൻ സൂചി മാറ്റിയില്ല. അപ്പോൾ നമുക്ക് ട്രാൻസ്ലേഷൻ നോക്കാം. ഓഹ് സീനല്ലേ, അയ്യോ. എങ്ങനെ ഒരുവിധം ഒപ്പിച്ചെടുത്തു. പിന്നെ ഇതിലെ ഈ ഒരു ടേബിൾ ആംഗിൾ മാറ്റിയത് വേറൊന്നുമല്ല. ഈ ആംഗിൾ മാറ്റി ഞാൻ പിന്നെ പണ്ടേ എനിക്ക് എന്ത് കിട്ടിയാലും തുടയ്ക്കുന്ന സ്വഭാവം, എല്ലാം കളയുന്ന സ്വഭാവം ടേബിളിലാണ്. എല്ലാം കളയാറും തുടയ്ക്കാറും. അങ്ങനെ ടേബിൾ ഭയങ്കരമായിട്ട് വൃത്തികേടായി. അതാണ് ഞാൻ ആംഗിൾ മാറ്റി ആ വൃത്തികേട് കാണിക്കാതെ വെച്ചത്. പിന്നെ അടപ്പ് വയ്ക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് നമ്മൾ നൂലാട്ടോ കെട്ടിക്കൊടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കീ ചെയിനിൻ്റെ ഇത് തന്നെ എടുക്കാം. പിന്നെ എൻ്റെ ഉള്ള കീ ചെയിൻ എന്ന് പറയുമ്പോൾ ടിങ്കറിംഗ് ഫെസ്റ്റിൻ്റെയാ. അതൊരു മെമ്മറബിൾ കീ ചെയിൻ ആയതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചു. ടിങ്കറിംഗ് ഫെസ്റ്റിന് കിട്ടിയതാ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട്.